ഹായ്, ഞാൻ ഇഫ്സിറ. ഞാൻ കണ്ണൂരാണ്. എനിക്ക് കണ്ണൂര് പയ്യാമ്പിൽ തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. എന്റേതായ ഒരു പിടിക്കാം. ചാത്തൻ മോർന്നാണ് പേര്. അതെന്റെ സെക്കൻഡ് ഹോം ആണ്. സത്യം പറഞ്ഞാ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ആ ഷോപ്പിൽ നിന്ന് ആദ്യം വരുന്നത്. എന്നെ കുറച്ചുപേര് അറിയപ്പെട്ടത് ആദ്യം കുറച്ച് ആൾക്ക് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ അറിയുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞാ എവിടെ ചിലയിടത്ത് പോകുമ്പോ ഞാൻ പൊക്കി പറയുന്നതല്ല, ചിലയിടത്ത് പോകുമ്പോ എന്നോട് ചോദിച്ചു പാത്തു അല്ലേ. സത്യം പറഞ്ഞാൽ എന്റെ മോളാണ് ശരിക്കും പാത്തു. എന്നെ ഒരാളെ വിളിച്ചു തുടങ്ങി പാത്തു പാത്തു എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പൊ പയ്യാമ്പലും ഞാൻ പാത്തു എന്ന് അറിയപ്പെടുന്നത്. ഞാൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹോം ബേക്കർ ആയിട്ടാണ്. ഞാൻ കൊറോണ ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഹോം ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ കൊറോണ ഭയങ്കര സിവിയർ ആയ ടൈം, എല്ലാരും ഇതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇതിന്റെ ഡിമാൻഡ് കുറയാൻ തുടങ്ങി. കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു സ്റ്റോർ എന്നുള്ള കാര്യം ചിന്തിച്ചുകൂടാ. ഡെസേർട്ടിന് അത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ചാട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാട്ട് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ചാട്ട് ആൻഡ് മോർ എന്ന ഒരു കോൺസെപ്റ്റിൽ എത്തിയത്. ഏറ്റവും വലിയ എന്റെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഉമ്മ, ഉപ്പ, എന്റെ മോള് എന്നുള്ളതാണ്. നമ്മള് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ എക്സ്പെക്ടേഷനും അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോ നമ്മൾ വിചാരിച്ചോന്നല്ല ലൈഫിൽ എന്ന് പറയുമ്പോ ഇപ്പം പലരും പല പേരൻസ് പറയുന്ന കേട്ടിട്ടുണ്ട് പേരന്റായാലും സഹിച്ചിരിക്കുന്ന. എന്റെ ഉമ്മയും ഉപ്പയും ഇതുവരെ എന്നോട് അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇന്നും ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ ഉമ്മയും ഉപ്പയാണ്. അവര് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ 2 വർഷമായി ഇത് തുടങ്ങിയിട്ട്. സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. നമ്മള് ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതും നമ്മൾ സ്വന്തമായിട്ട് ഏർൺ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ ഈവൻ സമൂഹത്തിലായാലും അല്ലെങ്കിൽ ഫാമിലിയിലായാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഞാനാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓരോ സാധനങ്ങൾ ചെറുതാണെങ്കിലും അതിങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരാളെ ലൈഫിൽ പോയി ഡിപ്പെൻഡഡ് ആയിട്ട് നിന്നാൽ എനിക്കിതൊന്നും ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല എന്റെ മാരീഡ് ലൈഫ് പോയത്. പക്ഷെ ഈ വീഡിയോയിൽ കൂടെ ആയിരിക്കും എന്താ പറയാ നിങ്ങളെല്ലാരും ഇത് അറിയുന്നത്. അപ്പൊ അത് ഞാൻ വിചാരിച്ച പോലെ പോയില്ല. പക്ഷെ ഞാൻ ആടെ തളർന്നില്ല. എനിക്ക് ഇനിയും എന്തെല്ലോ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എന്താ പറയാ വിശ്വാസമുണ്ട്. എനിക്ക് എന്നെ തന്നെ ഞാനാണ് എന്റെ മോട്ടിവേഷൻ. അതിന് ബാക്ക് സപ്പോർട്ടായിട്ട് എന്റെ പാരന്റ്സ് ഉണ്ട്, എന്റെ മോളുണ്ട്. അതുള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനും പേടിക്കുന്നില്ല. ഇനിയും മുന്നോട്ട് പോകണം. ചാറ്റിൽ കുറെ ഫ്രാഞ്ചൈസീസ് കൊണ്ടുവരണം. ഇനി വലിയ വലിയ സ്റ്റോർ തുടങ്ങണം എന്നല്ല എന്റെ ആഗ്രഹം. ഞാൻ വിചാരിക്കാത്തതിന് അപ്പുറത്തേക്കാണ് എന്നെ പയ്യാമ്പല സ്വീകരിച്ചത്. എന്റെ കണ്ണൂർക്കാരോട് ഭയങ്കര നന്ദിയുണ്ട്. കണ്ണൂരിൽ നിന്നല്ല കുറെ ആൾക്കാർ ദൂരത്ത് നിന്നെല്ലാം വന്നു കഴിഞ്ഞാല് എന്നോട് പറയലുണ്ട് നല്ല ചാട്ടായിരുന്നു, എന്താ പറയാ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഞാൻ ഇതുവരെ നഷ്ടപ്പെടില്ല. ഞാനും എന്റെ കുഞ്ഞ് എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഇവിടെ സെർവ് ചെയ്യുന്നത്. ആണ് എന്റെ സക്സസ്. എപ്പോഴും പഠിച്ചോന് മുന്നോട്ട് കൊണ്ടുപോകാൻ തൊപ്പിക്ക് നൽകട്ടെ. അപ്പോ അത്രയും